ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏറ്റവും നിങ്ങൾ മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനും എല്ലാം പഠിക്കേണ്ട 8 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ആരും തന്നെ മോഡൽ എക്സാമിന് വേണ്ട രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ എക്സാം വരികയാണ്. എല്ലാവരും പരീക്ഷയുടെ തലേദിവസം മാത്രമാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ച് ദിവസം മാത്രമേ കയ്യിലുള്ളൂ. ഈ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ പഠിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ അതേ ഒരു ഷെഡ്യൂൾ പ്രകാരം പഠിച്ച് പോയിട്ടില്ല എങ്കിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ കൊമേഴ്സ് ബാച്ചിൽ നിന്ന് തന്നെ ഫെയിൽഡ് ആയിട്ട് കാണാറുണ്ട്. ഇയർലി നമുക്കറിയാം റിസൾട്ട് ഔട്ടായിട്ട് വരുമ്പോൾ അതിനുള്ള പ്രധാന റീസൺ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് വൈസ് എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സ്, വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ, വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഭാഗങ്ങളൊന്നും തന്നെ നല്ല രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണ്. സോ ഇനി നമുക്കിനി കുറച്ച് ദിവസം മാത്രമേ മോഡൽ എക്സാമിന് നിങ്ങൾ ഒരുപാട് പേര് സില്ലി ആയിട്ട് വിടുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. സോ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഇക്കണോമിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു 10 ഡേയ്സിന്റെ ബാച്ച് അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് എല്ലാ സബ്ജക്റ്റും 500 രൂപയ്ക്ക് എല്ലാ വിഷയവും ക്രാഷ് ബാച്ചിൽ എടുക്കുന്ന പാഠങ്ങൾ പ്ലസ് നമ്മൾ മോഡൽ എക്സാമിന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസും എല്ലാം നിങ്ങൾക്ക് വെക്കുന്നുണ്ട്. മോഡൽ എക്സാമിന് ശേഷം എല്ലാ സബ്ജക്റ്റും നമ്മൾ 500 രൂപയ്ക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ്. ബിക്കോസ് നമുക്കിനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. 7907664613 പഠിച്ചു തുടങ്ങാം. വളരെയധികം ചൂടായിട്ട് പഠിച്ചു തുടങ്ങാം. ആ ഒരു ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും ഇമ്പോർട്ടൻറ്റ് വൈസ് ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ ഈ മോഡൽ എക്സാമിന് ശേഷം ലൈവായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും 500 രൂപയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ടാവും. മോഡൽ എക്സാമിന് ശേഷം ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ലൈവ് ക്ലാസ്സസ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കിടക്കാനായിട്ട് പോകുന്നത് 8 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ്. നമുക്ക് കഴിഞ്ഞപ്പോൾ മിസ് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിപ്പോൾ റെഫർ ചെയ്ത് കഴിഞ്ഞു. 2021 മോഡൽ എക്സാം, 2022 ഫൈനൽ എക്സാം, അതുപോലെ തന്നെ 2020 ഫൈനൽ എക്സാം, 2021 ഫൈനൽ എക്സാം, ദെൻ ഫെബ്രുവരിയിലെ മോഡൽ എക്സാം. ഇത് ഇക്കണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് നമ്മുടെ ക്രാഷ് ബാച്ചിലെ കുട്ടികളോടാണ്. അവരെല്ലാം ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓൾറെഡി അവർക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. ഈ കഴിഞ്ഞ റെക്കോർഡ് ക്ലാസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം മിസ് നോക്കിയപ്പോൾ ഇതിൽ 8 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കാം. 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന 8 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. ഒരു 4-5 ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആണ്. ആ 8 മാർക്ക് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എല്ലാ ചോദ്യങ്ങളും പഠിച്ച് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് 8 മാർക്കിന് വരുന്നത് നോക്കാം. ഓരോന്നും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, എല്ലാവരും പഠിച്ചു തുടങ്ങാം. വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ ഫൈനൽ എക്സാമിനുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 8 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരുന്നത്. പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ എന്താണെന്ന് വിത്ത് എക്സ്പ്ലനേഷൻ ആൻഡ് ഡയഗ്രാം 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് ചോദിച്ചത് മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ 8 മാർക്കിന് ചോദിച്ചതാണ്. മാക്രോയിലെ 2nd ചാപ്റ്റർ ആണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം ഡയറക്റ്റായിട്ട് നമ്മളോട് അങ്ങനെ ചോദിക്കില്ല. നമ്മളോട് എങ്ങനെ ചോദിക്കാന്ന് അറിയോ? കണ്ടോ, ഡിസ്ക്രൈബ് ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണെന്ന് മനസ്സിലാക്കണം. 8 മാർക്ക്. ടൂൾസ് ഓഫ് ആർ ബി ഐ എന്ന് അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മളോട് ചോദിക്കില്ല. നമ്മളോട് ചോദിക്കുക ഏതൊക്കെ മെഷേഴ്സ് ആണ് നമ്മുടെ RBI മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാനായിട്ട് അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം കാണിച്ചു തരാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ മണി സപ്ലൈ ദ എക്കണോമി ഇൻ വേരിയസ് വേസ്. അത്രേ പറയുള്ളൂ. അപ്പൊ നമുക്ക് അറിയണം RBIയുടെ മണി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്. 2 ടൈപ്പിലുണ്ട്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ മാക്രോ ഇക്കണോമിക്സിലെ 3rd ചാപ്റ്റർ ആണ് കേട്ടോ. ലോ ഓഫ് വാരിയബിൾ, ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് കണ്ടിട്ടുള്ളൂ, എങ്കിലും മിസ് ഇട്ടിട്ടുണ്ട്. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയണം. ദെൻ കോസ്റ്റ് ഇക്വേഷൻ, ഇത് പ്രോബ്ലം ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് 8 മാർക്കിന് ചോദിച്ചിരുന്നു.
സോ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഈ പ്രോബ്ലം ചെയ്തിരുന്നു 8 മാർക്കിന്. ഇപ്പോൾ 6 മാർക്കിൽക്കും 5 മാർക്കിൽക്കും പോകുന്നുണ്ട്. എങ്കിലും മിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് എങ്ങനെയാണ് 8 മാർക്കിന് വന്ന ചുരുങ്ങിയ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ മിസ് കാണിച്ചു തരാം. ഓരോ ടോപ്പിക്കും നമുക്ക് നോക്കാം. ഓക്കെ എവരി വൺ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ എന്താണെന്നാണ്. അപ്പോൾ പ്രൈസ് സീലിംഗ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ചാപ്റ്റർ 5 ആണ് മൈക്രോയിൽ കേട്ടോ. വെൻ മാർക്കറ്റ് പ്രൈസ് ഈസ് ഹൈ ഇറ്റ് വിൽ ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു പർച്ചേസ് ഗുഡ് ഫോർ കോമൺ മെൻ. അല്ലെ, മാർക്കറ്റ് പ്രൈസ് ഹൈ ആയിരിക്കുമ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. സോ ദ ഗവൺമെന്റ് വിൽ ഇന്റർഫിയർ ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഫിക്സ് എ പ്രൈസ് ദാറ്റ് ലോവർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ്. എന്താണ്? മാർക്കറ്റ് പ്രൈസിനേക്കാൾ വില കുറയ്ക്കുന്നു ആര്? ഗവൺമെന്റ്. ഇറ്റ് ഓൾവേസ് ബി ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്. പ്രൈസ് സീലിംഗ് ലീഡ്സ്. അപ്പോൾ വില കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാവരും പോയി വാങ്ങും. അപ്പോൾ നമ്മൾ ഡിമാൻഡ് അങ്ങോട്ട് കൂടും. അപ്പോൾ പ്രൈസ് സീലിംഗിൽ വന്ന എഫക്റ്റ് എന്താണ്? പ്രൈസ് സീലിംഗ് വരുമ്പോൾ നമുക്ക് എക്സസ് ഡിമാൻഡ് വരികയാണ്. ദെൻ ഏതൊക്കെ ഗുഡ്സിനാണ് പ്രൈസ് സീലിംഗ് മേ ബി കൊടുക്കുക? കെറോസിൻ, റൈസ് എക്സെട്ര, അങ്ങനത്തെ ഐറ്റംസിനാണ് നമ്മൾ പ്രൈസ് സീലിംഗ് കൊടുക്കുക. ഇവിടെ പ്രൊട്ടക്ട് ദ കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുക. ഇത്ര എഴുതിയാൽ മതി. പക്ഷെ ഇത് എഴുതി കഴിഞ്ഞാൽ ഇതൊരു 2 മാർക്ക് ആയിട്ടുള്ളൂ. ഇതിന്റെ ഡയഗ്രാം വരച്ചു വെക്കുക. കണ്ടോ, ഇതിന്റെ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമ്മൾ ആദ്യം അപ്പോൾ നമ്മൾ ഇതാണ് സപ്ലൈ കർവ്, ഇതാണ് ഡിമാൻഡ് കർവ്, ഇത് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഈ വരച്ചു വെച്ചു. ഈ പ്രൈസ് അവർക്ക് കൂടുതലായപ്പോൾ ഗവൺമെന്റ് വന്നിട്ട് പ്രൈസ് കുറയ്ക്കുന്നു. സോ പ്രൈസ് ഇവിടെ എത്തി, ഡിമാൻഡ് കൂടി. കണ്ടോ, ഇതാണ് പ്രൈസ് സീലിംഗ്. അപ്പോൾ ഇത്രയും പോർഷൻസ് എക്സസ് ഡിമാൻഡ് വന്നു. സോ ഇത് പ്രൈസ് സീലിംഗ് ആണ്. കണ്ടോ, വില കുറച്ച് വെക്കുന്നു. ഈ ഏരോ മാർക്ക് P1 ആയി എന്നുള്ളത് എല്ലാം ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ പ്രൈസ് ഫ്ലോർ എന്താണെന്ന് എഴുതി വെക്കുക. പ്രൈസ് ഫ്ലോർ നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ മാർക്കറ്റിൽ പ്രൈസ് ലോ ആവുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം വരും. സോ ഇവിടെ ഗവൺമെന്റ് വന്ന് മാർക്കറ്റിൽ ഇടപെട്ട് ഡിക്ലെയർ മോർ ദാൻ ദ പ്രൈസ്, കുറഞ്ഞിരുന്ന വില ഒന്ന് കൂട്ടും. ഇറ്റ് വിൽ ബി മോർ ദാൻ എക്വിലിബ്രിയം പ്രൈസ്. എക്സസ് സപ്ലൈ സംഭവിക്കുന്നു. ഇവിടെ മാക്സിമം അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആയ കോക്കനട്ട്, പാഡിക്കൊക്കെയാണ് ഇങ്ങനെ ചെയ്യുക. ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സിനെയാണ്. അതായത് വില കുറഞ്ഞപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം വരുന്നു. സോ ഗവൺമെന്റ് വന്ന് വില കൂട്ടി കൊടുക്കുന്നു. അതാണ് പ്രൈസ് ഫ്ലോർ. ഇതിന്റെ ഡയഗ്രാം വരച്ചു വെക്കുക. എങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ഒരു പോയിന്റ് വരയ്ക്കുന്നു. ഈ പ്രൈസ് ഇവർക്ക് നഷ്ടം വരുത്താണ്. സോ ഗവൺമെന്റ് വന്ന് ഇടപെട്ടിട്ട് പ്രൈസ് കൂട്ടി, ഏതെങ്കിലും പോയിന്റിൽ പ്രൈസ് കൂട്ടി. സോ നമുക്ക് എന്തായി? അവിടെ എക്സസ് സപ്ലൈ വന്നു. സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവായി. ഇത് രണ്ടും ഇങ്ങനെ വരച്ച് വെച്ചാൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് 8 മാർക്കായി. എക്സ്പ്ലനേഷനും വരയ്ക്കുന്നതിന് 4 വെച്ചിട്ടു. പ്രൈസ് സീലിംഗ് 4 മാർക്ക്, പ്രൈസ് ഫ്ലോർ 4 മാർക്ക്. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടൊക്കെ നമ്മുടെ ബാച്ചിന്റെ നോട്ടാണ്. നിങ്ങൾക്ക് ഈ നോട്ട് എല്ലാം അവൈലബിൾ ആണ്. ഇതേപോലെ മിസ്സിന്റെ നോട്ട് ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി, മാർക്ക് ഉറപ്പാണ്. ഇതിനോട് കൂടെ നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. അതായത് നമുക്ക് 4 മാർക്കിനോ 8 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ചോദിക്കാം. ഇത് അപ്പർ ലിമിറ്റ് ഓഫ് ഇമ്പോസ്ഡ് ബൈ ഗവൺമെന്റ്, അതായത് അപ്പർ ലിമിറ്റ് ആയ പ്രൈസിന് ഇമ്പോസ് ചെയ്യുന്നതാണ്. ഇവിടെ ലോവർ ലിമിറ്റിന്റെ ഇമ്പോസിംഗ് ആണ്. ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസിന് കുറവായിരിക്കും ഗവൺമെന്റ് നോക്കുക, ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസിന്റെ കൂടുതലായിരിക്കും. എക്സസ് ഡിമാൻഡ് സംഭവിക്കുന്നു, എക്സസ് സപ്ലൈ സംഭവിക്കുന്നു. നെസസിറ്റി ഐറ്റംസ് ആയ റൈസ്, വീറ്റ്, ഇതിനൊക്കെയാണ് പ്രൈസ് സീലിംഗ് കൊടുക്കുക. ഇവിടെ നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനാണ് കൊടുക്കുക. ഇവിടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. 8 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. 8 മാർക്ക് അല്ല, 6 മാർക്കിൽക്കും 4 മാർക്കിൽക്കും ഒക്കെ പോവാം. വരയ്ക്കാൻ അറിയണം, എക്സ്പ്ലനേഷൻ അറിയണം. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാലും മീനിങ് ഉണ്ടായാൽ മതി. ഓക്കെ, അടുത്ത് നമ്മൾ പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൂൾസ് ഓഫ് RBI. മിസ് പറഞ്ഞു ഡയറക്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, എന്നാ ചോദിക്കുള്ളൂ, എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്, ഏതൊക്കെ വേരിയസ് മെഷേഴ്സ് ആണ് ടേക്ക് ചെയ്യുന്നത്, ഏതൊക്കെ വേരിയസ് പോളിസീസ് ആണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ എന്ത് പഠിക്കുക? മെഷേഴ്സ് ഓഫ് മണി സപ്ലൈയുടെ ഒപ്പം നിങ്ങൾ ഏത് നോക്കണം? RBI എന്താണെന്ന് നോക്കാം. RBI എന്ന് പറഞ്ഞ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺട്രീസ് മോണിറ്ററി സിസ്റ്റം ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഫുൾ നെയിം. ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. എന്തൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻസ്? ഇഷ്യൂയിങ് കറൻസി, ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കർ ടു ദി ഗവൺമെന്റ്, കൺട്രോളർ ഓഫ് മണി സപ്ലൈ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, നാഷണൽ ക്ലിയറിംഗ് ഹൗസ് ആണ്, പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്സ് ആണ്. അതായത് ഇതൊക്കെ ചെയ്യുന്നത് RBI ആണെന്ന് എഴുതാം. ഒരു 5-6 നിങ്ങൾ എങ്ങനെയായാലും അറിഞ്ഞിരിക്കണം. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾ ഇതേപോലൊരു ഫ്ലോ ചാർട്ടൊക്കെ വരച്ച് വെക്കാം. മോണിറ്ററി പോളിസി ആൻഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് മണി സപ്ലൈ. മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ട് RBI ഇനീഷ്യേറ്റ് ചെയ്യുന്ന മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ടൈപ്പ് ഓഫ് ടൂൾസ് ആണുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റും ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റും. ഇത് എഴുതി വെക്കുക. എന്തെന്ന്? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ലീഗൽ റിസർവ് റേഷ്യോ, CRR, SLR, റിപ്പോ റേറ്റ് എന്നൊക്കെ ഉണ്ട്.
ക്വാളിറ്റേറ്റീവില് മാർജിൻ റിക്വയർമെന്റ്, മോറൽ സുവേഷൻ, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഇത് ജസ്റ്റ് ഇങ്ങനെ നിങ്ങളൊരു ഫ്ലോ ചാർട്ട് കാണിച്ചു വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു 3 എണ്ണം, ഇതിൽ നിന്ന് ഒരു 2 എണ്ണം, അല്ലെങ്കിൽ 4 5 ഏതെങ്കിലും ഒരു 5-6 എണ്ണം എക്സ്പ്ലനേഷൻ കൊടുക്കണം. നല്ല 8 മാർക്ക് നമുക്ക് ഷുവർ ആക്കാൻ പറ്റുള്ളൂ. ഒന്നാമത് എന്താണ്? ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് ലെൻഡ് മണി ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ആസ് ദ ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകാർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് ഇൻഫ്ലേഷന്റെ സമയത്ത് ഇൻക്രീസ് ചെയ്യുന്നു, ഡിഫ്ലേഷന്റെ സമയത്ത് ഡിക്രീസ് ചെയ്യുന്നു. ഇത്ര മതി എക്സ്പ്ലനേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുക, വിൽക്കുക. ഇൻഫ്ലേഷന്റെ സമയത്ത് വിൽക്കുകയും ഡിഫ്ലേഷന്റെ സമയത്ത് വാങ്ങുകയും ചെയ്യും. രണ്ടാമത്തേതായി. മൂന്നാമത്തെ ലീഗൽ റിസർവ് റേഷ്യോ, അതായത് CRR, SLR. CRR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിസർവ് മണി കെപ്റ്റ് ഇൻ RBI ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ആസ് എ റേഷ്യോ ദെയർ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും റിസർവ് ആയിട്ട് കരുതി വെക്കുന്ന ഒരു എമൗണ്ടിനെയാണ് റിസർവ് റേഷ്യോ. അത് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇൻഫ്ലേഷന്റെ സമയത്ത്. ഡിക്രീസ് ചെയ്യുന്നത് ഡിഫ്ലേഷൻ സമയത്ത്. SLR എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റിന്റെ ഫോമിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എടുത്തി വെക്കുന്നത്. അസറ്റിന്റെ ഫോമിൽ ലൈക്ക് ഗോൾഡ്, ബോണ്ട്, സെക്യൂരിറ്റീസിന്റെ ഫോമിൽ എടുത്തി വെക്കുന്നത്. അത് ഇൻഫ്ലേഷന്റെ സമയത്ത് കൂട്ടുന്നു, ഡിഫ്ലേഷന്റെ സമയത്ത് കുറയ്ക്കുന്നു. മാർജിൻ റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മൾ എമൗണ്ട് ഓഫ് ലോണും അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ സെക്യൂരിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതും ഇതുപോലെ ഇൻഫ്ലേഷന്റെ സമയത്ത് കൂട്ടുന്നു, ഡിഫ്ലേഷന്റെ സമയത്ത് കുറയ്ക്കുന്നു. മോറൽ സുവേഷൻ ക്വാളിറ്റേറ്റീവ് റിക്വയർമെന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു RBIയുടെ പ്രഷറാണ് ബാക്കിയുള്ള ബാങ്കുകളുടെ മീതെ RBI കൊടുക്കുകയാണ്. എന്തൊരു പ്രഷർ? അതായത് അവരെ പോളിസീസ് അനുസരിച്ച് ഒരു നല്ല രീതിയിൽ കൊടുക്കണം. അപ്പോൾ പ്രഷർ കൊടുക്കുകയാണ്. എന്തെന്ന്? ക്രെഡിറ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. അതൊരു RBIയുടെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മോറൽ സുവേഷൻ പോലത്തെ ഒരു ആക്ടിവിറ്റിയാണ്. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ RBI ഗീവ് ഡയറക്ഷൻ ടു അതർ ബാങ്ക് ഗീവ് ഓർ നോട്ട് ടു ഗീവ് ക്രെഡിറ്റ് ഫോർ സർട്ടൻ പർട്ടിക്കുലർ സെക്ഷൻ. അത് RBI പറയും കുറച്ച് പേർക്ക് ലോൺ കൊടുത്തോളൂ, കുറച്ച് പേർക്ക് കൊടുക്കണ്ടെന്ന് RBI സെലക്ട് ചെയ്തിട്ടുണ്ടാവും കുറച്ച് ആൾക്കാർക്ക്. അപ്പം സെലക്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രം ക്രെഡിറ്റ് കൺട്രോൾ കൊടുക്കാം. ഓക്കെ, ഇതാണ് RBIയുടെ ടൂൾസ് ഓർ ക്വാണ്ടിറ്റേറ്റീവ്സ് ഓർ ടൂൾസ് ഓഫ് RBI. നിങ്ങളൊരു 4-5 എക്സ്പ്ലനേഷൻ എങ്ങനെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, CRR, SLR, അതുപോലെ മോറൽ സുവേഷൻ, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ, ഏതെങ്കിലും ഒരു 6 എണ്ണം എളുപ്പമുള്ളത്. പിന്നെ ഇൻഫ്ലേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, ഡിഫ്ലേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കണം, അതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തതാണ് കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം. എങ്ങനെയാണ് നമുക്ക് കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം ചോദ്യം വരികയാണ്? മിസ് പറഞ്ഞു ഒപ്റ്റിമം ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്നാണ് ചോദിക്കുക. സോ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് കൺസ്യൂമർ ബഡ്ജറ്റ്, അതുപോലെ കൺസ്യൂമറിന്റെ പ്രോബ്ലം ഒക്കെ നന്നായി നോക്കുക. ഇൻഡിഫറൻസ് കർവ് എന്താണെന്നൊക്കെ നോക്കാം. എന്നിട്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കണം. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കൺസ്യൂമർ ഒപ്റ്റിമം ചോയ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. കൺസ്യൂമറിന്റെ ഒപ്റ്റിമം ചോയ്സ് ഈ ഫിഗർ വരയ്ക്കും. ഇത് വരയ്ക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇതാ നമ്മൾ ആദ്യം ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നു, അതിന് ശേഷം ഇൻഡിഫറൻസ് കർവ് രണ്ടാമത്തൊന്ന് കൂട്ടി മുട്ടിച്ച് വരയ്ക്കും. ഇത് വരച്ചിരിക്കണം. വരയ്ക്കുന്നതിന് 2-3 മാർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ എന്താണ് ഡെഫിനിഷൻ ചെയ്താ? ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ വിച്ച് ദ കൺസ്യൂമർ ബൈ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് വിച്ച് ഹി ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമറിന് ഇവിടെയാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഈ പോയിന്റിലെ ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ ഒരു സൈൻ ഒക്കെ ഇട്ട് ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയാം. ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും പ്രൈസ് റേഷ്യോയും എല്ലാം ഈക്വൽ ആയിരിക്കും. പിന്നെ ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ് മീറ്റ് ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ, മൊണോട്ടണിക് പ്രിഫറൻസ് എല്ലാം കൺസ്യൂമറിന് ഇവിടെയാണ് കിട്ടുക. ഇപ്പൊ ഈ പോയിന്റും കൂട്ടിമുട്ടുന്നുണ്ട്. പക്ഷെ നമുക്കതിനെ അത് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് IC1 അവർക്ക് എടുക്കുന്നത് അല്ലെ. IC2 പോയിന്റിനാണ് നമ്മൾക്ക് മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാം. ഓക്കെ, ഇതിങ്ങനെ പഠിച്ചിരിക്കാം. ഇതിന്റെ കൂടെ നമുക്ക് മേ ബി ഒരു ബഡ്ജറ്റ് ലൈൻ്റെ ഒരു പ്രോബ്ലം തന്നാൽ നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്തിരുന്നു. ഇങ്ങനെ ചേഞ്ചസ് ഒക്കെ വന്നാൽ അതും അറിഞ്ഞിരിക്കുക. ഒപ്പം ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് ഒന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. 8 മാർക്ക് വെറുതെ കിട്ടില്ല. അത് കുറച്ചേശ്ശെ പഠിക്കാവുള്ളൂ. മിസ് ഇപ്പോൾ വലുതാക്കി ഇതേ കാരണം നിങ്ങൾക്ക് നല്ല ക്വാണ്ടിറ്റി തോന്നുന്നത്. ഇത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ നിങ്ങൾ പഠിച്ച പോലെ എഴുതുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്താണ്? സെയിം ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പ് ആണ്. കോൺവെക്സ് ടു ഒറിജിൻ ആണ്. ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ചെയ്തത്. ഹയർ ലെവലിൽ ഇൻഡിഫറൻസ് കർവ് ആണ് ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ വരയ്ക്കാനും എഴുതാനും എക്സ്പ്ലനേഷനും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി?
കൺസ്യൂമർ ഇക്വിലിബ്രിയം ആയി. ഇപ്പൊ നമ്മൾ 3 പറഞ്ഞേ. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചെകഞ്ഞ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യനിലെ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, ഇതിന് പകരം മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ GDP ഞാൻ പഠിച്ചിട്ടില്ല മിസ്, നാഷണൽ ഇൻകം പഠിച്ചിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടും സെയിം ആണ്. പ്രോഡക്റ്റ് മെത്തേഡ് 3 മെത്തേഡാണുള്ളത്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡിൽ എന്താണ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് എഴുതാം. അണ്ടർ ദിസ് മെത്തേഡ് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസർ ഇൻ കാൽക്കുലേറ്റിംഗ് ആഡിംഗ് ദ ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഈച്ച് യൂണിറ്റ്. ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റുകളും ഉണ്ടാക്കുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും മണി വാല്യൂനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോഡക്റ്റ് മെത്തേഡിലെ GDP. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് സൈഡ് ആണ് നോക്കുക. അവിടേക്ക് എത്രത്തോളം യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഔട്ട്പുട്ട് സൈഡ് ആണ് നോക്കുക. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ് കൺസിഡർ ചെയ്യുക. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ്. GVA ഗ്രോസ് വാല്യൂ ആഡഡ് എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ അവിടെ എഴുതി വെക്കുക. GDP നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് GVA 1 യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ്, അങ്ങനെ എത്ര യൂണിറ്റ് ഉണ്ട് എല്ലാ യൂണിറ്റുകളുടെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് GDP കിട്ടും. അതിന് നമുക്ക് ചുരുക്കിയതാ സിഗ്മ GVA = 1 up to n വരെ എഴുതാം. ഇത്രയും എഴുതി വെക്കുക. ഇതേപോലെ നിങ്ങൾ പോയിന്റ് വൈസ് ഇട്ടോളൂ, കുഴപ്പമില്ല. ഡെഫിനിഷൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയാണ്. പ്രോഡക്റ്റ് മെത്തേഡിൽ ഇത്ര മതി. അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻസ് ഒക്കെ ഒരു ബോക്സിൽ ഇട്ട് കൊടുത്താൽ അവർക്ക് ഭയങ്കര അട്രാക്ഷൻ ആണ്. മാർക്ക് വരാൻ വേറെ എവിടെയും പോകണ്ട കേട്ടോ. ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചർ സൈഡ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഔട്ട്ലേ മെത്തേഡ്. ഇവിടെ ആഡിങ് ഓൾ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. ഒരു കൺട്രിയിലെ എല്ലാ സെക്ടേഴ്സിലും ചെലവുകൾ 4 സെക്ടേഴ്സ് നമുക്കുള്ളത് അല്ലേ? ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. ഇതിന്റെ ഒക്കെ ചെലവുകൾ നമ്മൾ കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്ന് വിളിക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടിയ GDP കിട്ടി. അതിന് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് കൺസംഷന്റെ CA, ഇൻവെസ്റ്റ്മെന്റിന്റെ IA, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറുടെ GA, എക്സ്പോർട്ട് മൈനസ് എംപോർട്ടിന് നമ്മൾ X - M ഇട്ടു. എന്നിട്ട് ഇതൊരു ബോക്സിൽ ഇട്ട് കൊടുത്ത് ആ മാർക്ക് കിട്ടി. ഓക്കെ. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആഡ്, നമ്മൾ അവിടെ എക്സ്പെൻഡിച്ചർ ആണ് ആഡ് ചെയ്തെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, എല്ലാ ഇൻകംസും നമ്മൾ ആഡ് ചെയ്തിട്ട് ഫാക്ടർ റിസീപ്റ്റ്, ഫാക്ടർ സർവീസസിന് നമുക്ക് കിട്ടുന്ന ഫാക്ടർ പേയ്മെന്റുകൾ. ഇത് ഇൻകം സൈഡ് ഓഫ് എ കൺട്രി ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നും ഏതൊക്കെയാണ് അവരുടെ ഇൻകം എന്ന് എഴുതി അതൊക്കെ കൂട്ടി വയ്ക്കാം. അപ്പൊ 3 മെത്തേഡിനും 3 ഇക്വേഷൻസും ഓരോന്ന് ബോക്സ് വൈസ് ആയിട്ട് ഓരോന്ന് എന്താന്ന് എഴുതിയാൽ മതി. ഓക്കെ. 8 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആണ്. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവാ കേട്ടോ. അപ്പോൾ അത് 8 മാർക്കായി. പിന്നീട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോസ്റ്റ് പ്രോബ്ലം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോബ്ലം വീഡിയോ കാണാം. 8 മാർക്ക് ഷുവർ ആണ്. ഈ കോസ്റ്റ് പ്രോബ്ലത്തിന്റെ കൂടെ നമുക്ക് ഇതുപോലെ TFC വരയ്ക്കാനും TVC TC വരയ്ക്കാനും നമുക്ക് വരാറുണ്ട്. അത് നമ്മൾ ഇതേപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇതേപോലെ ഒരു വരച്ച് വെച്ച് കഴിഞ്ഞാൽ ആ 2 മാർക്ക് ഇവിടെയും കിട്ടി, 6 മാർക്ക് പ്രോബ്ലത്തിനും കിട്ടി. ഇനി നമുക്ക് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്താണെന്നും കൂടി നോക്കാം. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ നമുക്ക് കൂടുതലും മിസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കും ഓണപരീക്ഷയ്ക്കൊക്കെയാണ് കേട്ടോ. ഓണപരീക്ഷയ്ക്കല്ല, ക്രിസ്മസ് പരീക്ഷയ്ക്ക്. അതുകൊണ്ടാണ് മിസ്സൈൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, പല പേരുണ്ട് ഇതിന്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ലോ ആണ്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ് ആണ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ എങ്ങനെയും പഠിച്ചേ പറ്റും. എന്താണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് when more and more units of variable input added with fixed input, MP increase only up to a point, after that it will decline. MP ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു, പിന്നീട് നമുക്ക് ഡിക്ലൈൻഡ് ആവുന്നു. എന്ത് ചെയ്യുമ്പോൾ ഓരോ വേരിയബിൾ ഇൻപുട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും തോറും ആദ്യം MP ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഡിക്രീസ് ചെയ്യുന്നു. ഇതിനെയാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുക. TP, AP, MP എല്ലാം 3 സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. ഇതാണ് അതിൻ്റെ ഫിഗർ. ഓക്കെ. ഇതിൻ്റെ ഫിഗർ നിങ്ങൾക്ക് അറിയണം വരയ്ക്കാൻ. മിസ് ഇവിടെ നമ്മുടെ ക്രാഷ് ബാച്ചിലെ കുട്ടികൾക്ക് ഇത് സൈഡിൽ വരച്ച് പഠിപ്പിച്ചു കൊടുത്തതാണിത്. എങ്ങനെയാണ് വരയ്ക്കുക? നമ്മളൊരു X ആക്സിസും Y ആക്സിസും വരയ്ക്കുന്നു. ഇവിടുന്ന് നേരെ വരുന്നത് TP, ഇവിടുന്ന് നേരെ താഴെ എങ്ങനെ ഒരു സാധനം ഇടുക, അത് MP. താഴത്തോട്ട് പോകുന്നത് MP ആണ്. ഇവിടെ നമ്മളിത് ഇങ്ങനെ വരയ്ക്കുന്നത് AP ആണ്.
3 സ്റ്റേജ്, എ പിയും എം പിയും കൂട്ടിമുട്ടിയ സ്റ്റേജ്, അതുപോലെ തന്നെ എം പിയും എക്സ് ആക്സിസും കൂട്ടിമുട്ടിയ സ്റ്റേജ്. അപ്പൊ 2 സ്റ്റേജിലും വരച്ചു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 സ്റ്റേജ്. ഇവിടെ കണ്ട എല്ലാം ഫാസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് പിന്നെ ഡിക്രീസ് ചെയ്ത് ഡിക്ലൈൻഡ് ആവുന്നു. ഈ ഒരു കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞ ഏത് ടോപ്പിക്കിലും കർവ് ഉണ്ട് എങ്കിൽ അതവിടെ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് അവിടെ കിട്ടിയിട്ടാ. പിന്നെ 3 സ്റ്റേജസിന് എന്താണെന്ന് എഴുതാം. ഇൻക്രീസ് റിട്ടേൺസ് ടു ഫാക്ടർ, എല്ലാം ഇൻക്രീസ് ചെയ്യാണ്. ടി പി, എം പി, എ പി എല്ലാം ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ, എല്ലാം കുറയുന്നു. എ പി കുറയുന്നു, എം പി കുറയുന്നു, എം പി 0-ൽ എത്തുന്ന സ്റ്റേജാണ്. മൂന്നാമത്തെ സ്റ്റേജ് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ, ഇവിടെ എം പി നെഗറ്റീവ് ആവുകയാണ്, ടി പി ഡിക്ലൈൻഡ് ആവുന്നു, എ പി ഡിക്ലൈൻഡ് ആവുന്നു. അപ്പം 3 എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചു. അത് നമുക്ക് ഈ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലനേഷൻ കിട്ടി. ഇനി റിലേഷൻഷിപ്പ് ചോദിക്കാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി പി ആൻഡ് എം പി. അപ്പൊ നമ്മൾ ടി പിനെയും എം പിനെയും മാത്രം ശ്രദ്ധിക്കാം. നമ്മൾ നോക്കിയേ, ടി പി എന്താ പറയാ ഇൻക്രീസ് ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മുടെ എം പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടി പി മാക്സിമത്തിൽ എത്തുമ്പോൾ എം പി 0 ആയി, ടി പി കുറയുമ്പോൾ എം പി നെഗറ്റീവ് ആയി. അപ്പൊ 3 എണ്ണമായി. ഇനി എം പിയും എ പി എന്ന് പറയുമ്പോൾ നമ്മൾ എം പിനെയും എ പിനെയും മാത്രം ശ്രദ്ധിക്കാം. എം പിയും എ പിയും ഗ്രേറ്റർ ദാൻ ആണ് പല സമയങ്ങളിൽ. ഇവ രണ്ടും കൂട്ടിമുട്ടുന്നുണ്ട്, ഈക്വൽ ആവുന്ന പോയിന്റ് ഉണ്ട്. പിന്നെ എ പി ഒരിക്കലും 0 ആവുന്നില്ല, നെഗറ്റീവ് ആവുന്നില്ല. എം പി 0 ആവുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്പായി. ഇപ്പം 8 മാർക്ക് ഷുവർ ആയില്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു നോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും നോട്ട് ഇതുപോലത്തെ ഷോർട്ട് റിട്ടൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൈസ് നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മിസ്സിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട് അവൈലബിൾ ആണ്. പ്ലസ് വാങ്ങാനും എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ്, 6 ക്വസ്റ്റ്യൻസ് 8 മാർക്കിന് ചോദിച്ചാൽ 2 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ 16 മാർക്ക് നിങ്ങൾ ഒരിക്കലും കളയാൻ പാടില്ല. ഫൈനൽ എക്സാമിനും അതുപോലെ തന്നെ മോഡൽ എക്സാമിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ്. മോഡൽ എക്സാമിന് ചോദിച്ചപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മിസ് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടല്ലോ, മോഡൽ എക്സാമിന് വന്ന 8 മാർക്കിന്റെ സെയിം ക്വസ്റ്റ്യൻസ് നമുക്ക് ഫൈനലിലും വന്നിട്ടുണ്ട്. സോ ഫൈനലിനും മോഡലിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സമയം വളരെ കുറവാണ്, ഉള്ള സമയം മാക്സിമം കവർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കഴിഞ്ഞ റെക്കോർഡ് ക്ലാസ്സസ്, ക്രാഷ് ബാച്ചിലെ റെക്കോർഡ് ക്ലാസ്സസ്, മോഡൽ എക്സാമിന് ശേഷമുള്ള ലൈവ് ക്ലാസ്സസ്, അതായത് ഇമ്പോർട്ടൻറ്റ് വൈസുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ലൈവ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.